नहीं पैदा हुआ जो राजू को लग जाए, पहले जाकर चिड़िया मारना सीखो यार। ऐसा बोल के शत्रुघ्न विलन को पकड़ता है। विलन को ये नहीं मालूम कि शत्रुघ्न उनका बेटा है और शत्रुघ्न और अनिल कपूर दोनों भाई हैं। लेकिन मीनाक्षी शेषाद्री मां बनने वाली है। हाँ, फिर क्या हुआ पूछो। ये मीनाक्षी शेषाद्री अनिल कपूर के पास आकर बोलती है, क्या तुमने क्या कर दिया। अब आता है अमरीश पुरी, श्रीदेवी के पास जाता है। श्रीदेवी को ये नहीं मालूम कि अमरीश पुरी उसके अंदर है। अमरीश पुरी श्रीदेवी को रेपिंग करना चाहता है। फिर टेंशन। उस वक्त आता है अनिल कपूर। അയ്യോ, ഇതപ്പോ ഒന്ന് നാട്ടിന്ന്. ആ, രാമേട്ടൻ വന്നല്ലോ. ഇനി സാധനങ്ങൾ താഴ്ത്തു വെക്കാലോ. പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുന്ന എനിക്ക് ഉറപ്പായി. പ്രശ്നം സോൾവ് ആയി. നിന്നെ ഇതിനകത്ത് ഇനി കയറ്റരുതെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം നടപ്പിലാക്കാൻ ഹൗസ് ഓണറോട് പറയാൻ വേണ്ടിയിട്ടാണ് രാമേട്ടൻ കുട്ടി ഇങ്ങോട്ട് വന്നത്. തമാശ പറയണ രാമേട്ടൻ. രാമേട്ടന് ചായ വേണ്ടേ? രാമകിഷൻ, ചായ ജൽദി ലാനാ. ഡബിൾ സ്ട്രോങ്. സൂചിപ്പിക്കല്ലേ മോനെ രാജേന്ദ്ര. നീ കൂടെ താമസിക്കുമെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഇവനോട് പറഞ്ഞതാ, നീ ഒട്ടിയാ പിന്നെ വിടില്ലാന്ന്. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ രാമേട്ട? ഞാൻ ഇവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കഴിഞ്ഞു വരികയായിരുന്നു. മുമ്പ് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞു വിട്ടപ്പോ 2-3 ദിവസം പുതിയ സ്ഥലം ശരിയാവുന്നവരെന്ന് പറഞ്ഞ് എന്റെ കൂടെ കയറി കൂടിയവന് ഇപ്പൊ മാസം 2 വാടക കൊടുക്കാതെ ഒരു കട്ടിൽ 2 പേര് കിടക്കാൻ ഹൗസ് ഓണർ സമ്മതിക്കോ? അതിന് ഞാൻ വാടക തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. തൽക്കാലത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് നീ കൊടുത്തന്നല്ലേ ഉള്ളൂ. അതിനി പറ്റില്ല എന്നാ പറഞ്ഞത്. നീ കാരണം ഞാനിപ്പോ റോട്ടിലായി. അങ്ങനെ വലിയ ത്യാഗം ചെയ്യാൻ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തൊന്നുമല്ലല്ലോ. ഇവൻ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാൻ ഞാൻ എന്ത് തെറ്റ് രാമേട്ടാ? തെറ്റും ശരിയും ഒന്നും ആരും ഇവിടെ പ്രസ്താവിക്കണ്ട. നിന്റെ കൂട്ടുകെട്ട് ഇവന് ശരിയാവില്ല. നല്ല തറവാട്ടിന്ന് വന്ന പയ്യനാ ഇവൻ. നീ വേറെ സ്ഥലം നോക്ക്. രാമേട്ടൻ എന്നെ കൈയൊഴിയാണോ? 12 കൊല്ലമായി ഞാൻ ബോംബെ വന്നിട്ട്. രാമേട്ടൻ എന്നെ കാണാൻ തുടങ്ങിയിട്ടും കൊല്ലം 4-5 ആയി. യവൻ പറയും പോലെ എന്തെങ്കിലും അന്തസ്സേട്ട പെരുമാറ്റം എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കുറെയൊക്കെ ലാത്തി അടിക്കും, അല്പം സ്വല്പം ഓസിന്നിരിക്കും. അതൊക്കെ നിവർത്തിയുണ്ടല്ലേ രാമേട്ട? 2 മാസമായി ഞാൻ ഇവന്റെ കള്ള സെന്റിമെന്റ്സ് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തപ്പോ തലേ കയറാൻ നോക്കുക. വയ്യ രാമേട്ട. രാമേട്ടൻ തന്നെ ഹൗസ് ഓണർ കണ്ട എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അതാണ് എനിക്കും പറയാനുള്ളത്. രാജേന്ദ്ര, എന്തോ നീ നിന്റെ പെട്ടി സാധനങ്ങളൊക്കെ എടുത്തിറങ്ങും. രാമേട്ട പറഞ്ഞത് കേട്ടില്ല. പെട്ടിയ സാധനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ. രാമേട്ട, 1 മിനിറ്റ്. വിഷ്ണു, നാട് വിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന ഒരു മലയാളിയുടെ വേദന നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. എന്തൊക്കെയായാലും ഇത്രയും നാള് നമ്മൾ ഒരുമിച്ച് ഇടപഴകിയതല്ലേ. പെട്ടെന്ന് അങ്ങനെ ഇറക്കി വിടാന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യത്തില്ലായ്മ ആവില്ലേ? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് ക്ഷമിച്ചു. ഹൗസ് ഓണറോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. വേറൊരു മുറി ശരിയാവുന്നവരെ അവൻ ഇവിടെ താമസിക്കട്ടെ. വാടകയൊക്കെ അവൻ തരും. തൽക്കാലം ഈ മാസം കൂടി നീ കൊടുക്കും. എനിക്ക് ഓഫീസിൽ പോകേണ്ട സമയമായി. ആ മോനാ പെട്ടിക്ക് എടുത്തകത്ത് വെച്ചു. കയറി വാ.